3 മാസം ആവണേന് മുമ്പ് തന്നെ തിരുമേനി കാനഡയിൽ തിരിച്ചു പോന്നല്ലോ. എന്താ എത്ര പെട്ടെന്ന് പോന്നേ? നോമിന് കാനഡയിലെ കാലാവസ്ഥ തീരെ അങ്ങോട്ട് പിടിച്ചില്ല. സത്യം പറയാലോ, നമ്മുടെ നാടേ ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാ, സംശയമില്ലടോ. ഇവിടുത്തെ കാറ്റും മഴയും കാടുകളും ഇമ്പം നിറയും റോഡുകളും വേറെ എവിടെയാ ഉള്ളത്? അന്തോണി മാഷേ, ഇത്തവണ നമ്മുടെ നാട്ടിൽ മഴ വല്ലാണ്ട് കുറയുന്ന കാലാവസ്ഥ പ്രവാചകന്മാരുടെ നിഗമനം. അങ്ങനെ വന്നാല് നമ്മുടെ ജീവിത നൗക തന്നെ ആകെ മാറില്ലേ? നമ്മുടെ മുമ്പത്തെ സാംസ്കാരിക മന്ത്രി പറഞ്ഞതേ, അരിയും നെല്ലും ധാന്യങ്ങളെ ധാരാളം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്നല്ലേ. ഭാരത ഭരണഘടനയെ കുന്തവും പിന്നൊരു കൊടച്ചക്രവും എന്നാക്കിയ ഒരു മനുഷ്യനെ പറ്റി നമ്മൾ എന്തു പറയാനാ ഹാജരെ? നോമിന്റെ മലയോരത്തെ ഫലവൃക്ഷ ഭൂമിയിലെ ഒരു വൃക്ഷവും ഈ ബാക്കിയില്ല. പുതിയ സർക്കാർ വന്നിട്ട് ശാസിച്ചിട്ടും മൃഗങ്ങൾക്ക് ഒരു അനുസരണയില്ല. ഞങ്ങള് ഭരിച്ചിരുന്ന കാലത്ത് ഇതിലും എത്ര ഭേദമായിരുന്നു. മൃഗങ്ങൾക്ക് അവരുടെ തരത്തെ നന്നായി തിരിച്ചറിയാം അല്ലേ? നിങ്ങളുടെ ഭരണത്തിന്റെയും പരസ്യത്തിന്റെയും മഹത്വം കൊണ്ടാണ് ഈ വിധം തോറ്റമ്പിയതും UDFന് 102 സീറ്റ് കിട്ടിയതും. ഈ ഭരണത്തിന്റെ മഹത്വം കാട്ടു മൃഗങ്ങൾ വരെ തിരിച്ചറിഞ്ഞു ഇല്ലേ തിരുമേനി? നമുക്ക് കാണാലോ ഈ ഭരണം എങ്ങനെ നീങ്ങുന്ന്. ഇപ്പൊ തന്നെ സതീശനെതിരെ മുന്നണിയിലെ പടയൊരുക്കം തുടങ്ങി തിരുമേനി. ഹായ് ഹായ്, നമ്മുടെ വിഷയം അതല്ല. വന്യമൃഗങ്ങൾക്ക് എന്തായാലും ഒരു സംരക്ഷണ പദ്ധതി വേണം. അപ്പൊ പാവപ്പെട്ട മലയോര കർഷകരുടെ കാര്യോ? കുറെ എണ്ണത്തിനെ ആനയും പുലിയും പിടിക്കും, ബാക്കിയുള്ളവര് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടും. നമ്മുടെ വനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അധികം വന്യമൃഗങ്ങൾ ആയി. അതാണ് യാഥാർത്ഥ്യം. ആസ്ട്രേലിയയിൽ ദേശീയ മൃഗമായ കങ്കാരുകളുടെ എണ്ണം വർദ്ധിച്ചാൽ അവരെന്താ ചെയ്യാറ്? അവിടെ അങ്ങട് പൂശും, അത്ര തന്നെ. ഇവിടെയോ? അന്തോണി മാഷേ, ഇവിടെയും അത് തന്നെ വേണ്ടി വരും. അങ്ങനെയൊന്നും നോ പറയണില്ല. വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ പ്രായോഗികമായ ഒരു തീരുമാനമെടുക്കാൻ ഒട്ടും വൈകിക്കൂടെ എൻ്റെ മാഷേ. തീർച്ചയായും അതൊക്കെ വേണ്ട നടപടികൾ യഥാസമയം ഞങ്ങൾ കൈക്കൊള്ളും തിരുമേനി.